നമ്മളെ ചോദ്യങ്ങൾ ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധം ഭരിക്കുന്ന ആളുകൾക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ. ശരി, സുഖല്ലേ? കണ്ട സന്തോഷം. എന്താ എവിടെ പോയി വരാ? ഇനിയിപ്പോ നടന്നു പോവാ? വീട് നോക്കി പോയിക്കോളി. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് അവസ്ഥ. നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുക വേണം. ചോദ്യം നിരന്തരമായി ചോദിക്കേണ്ട ഒരു ഇതാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മളെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളാണ് രാജാവ്. ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ അടിച്ചമർത്തരുത്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണം. അതിന് പല ആളുകളും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂശിക്കുകയാണ്. അത് പി വി അൻവറിന് അത് അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്താക്കണം, നിഷ്പക്ഷവാദികൾ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനുമല്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും മമതയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ അനീതി നടക്കുന്നത് അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലപാടുള്ളതാണ്. ഞാൻ ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്ത് അപഹസിക്കുക, ഈ അപഹാസ്യനാക്കാനും ഇതിനൊന്നും തൽക്കാലം ഇതിപ്പോൾ 2025 ഇവിടെ അതിനൊന്നും എന്താ പറഞ്ഞാൽ ആരും മുതിരേണ്ട. അല്ല, അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആണത്തുള്ള ആളുകൾ കൂടെ ഉണ്ടാവും. അതിവിടെ നമ്മൾ തെളിയിക്കും. 23-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും ഈ ആളുകളുടെ ശബ്ദത്തിന് എത്ര ഗാംഭീര്യം ഉണ്ടായിനും, എത്ര പവർ ഉണ്ടായിനും, എത്ര തീക്ഷ്ണമായ ശബ്ദമാണെന്നുള്ളത് ഈ 23-ാം തീയതി ജനങ്ങൾ കേരളത്തിലുള്ളവർ കാണും. ജനങ്ങൾ ഹൃദയശുദ്ധിയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും പി വി അൻവറിൻ്റെ കൂടെയാണ്. ചില ആളുകൾക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഈ 19-ാം തീയതി ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഈ ചോദ്യങ്ങൾ അലയടിക്കും. അത് വോട്ടായിട്ട് പി വി അൻവറിന് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ.